ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ആണ്. നിഫ്റ്റി സെൻസെക്സിൻ്റെ പ്രീ മാർക്കറ്റ് അനാലിസിസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. കുറേ ലൈൻസുകൾ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ അത്ര ലൈൻസുകളൊന്നും മാർക്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ എൻ്റെ ഒരു വ്യൂ വെച്ചിട്ട് നിഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു 23,725 ഇതിന് മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും നിങ്ങൾക്ക് മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്, ഡയറക്റ്റ് ബ്രേക്കിന് നമ്മൾ ഒരിക്കലും എൻട്രി പോകത്തില്ല. അതേപോലെ ഡയറക്റ്റ് ബ്രേക്ക് ഡൗൺ തന്നാലും നമ്മൾ എൻട്രി പോകത്തില്ല. നമുക്ക് വേണ്ടത് ഇവിടുന്ന് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് മാർക്കറ്റ് മൂവ് തരണം. സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടുന്ന് ഒരു പ്രൈസ് ആക്ഷൻ രീതിയിൽ, ഇല്ലെങ്കിൽ നമ്മുടെ പഴയ പാറ്റേൺ കണക്ക് ഹയർ ഹൈസ് ഹയർ ലോസ് ഉപയോഗിച്ച് മാർക്കറ്റ് ഈ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്സൈഡിലോട്ടൊരു എൻട്രി പ്ലാൻ ചെയ്യാൻ. ഇതിനുള്ളിലാണ് മാർക്കറ്റ് നാളെ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം നിങ്ങൾ ട്രേഡ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ സ്കാൽപ്പിംഗ് ട്രേഡ്സ് നിങ്ങൾക്ക് പഞ്ച് ചെയ്യാവുന്നതാണ്. ലോങ് ട്രേഡ്സ് ഒന്നും നിങ്ങൾ പഞ്ച് ചെയ്യാത്തതായിരിക്കും നല്ലത്. നിങ്ങൾ ഈ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന് മുകളിലും മാർക്കറ്റ് നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം ഒരു ട്രെൻഡിങ് ഡേ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ട്രെൻഡിങ് ഡേ ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റ് ചിലപ്പോൾ ഈ ഒരു ലെവൽസിലോട്ടൊക്കെ എത്താനുള്ള ഹൈ ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു ലെവൽസിലോട്ടൊക്കെ മാർക്കറ്റ് എത്തണമെങ്കിൽ മാർക്കറ്റ് ഒരു 300 പോയിൻറ്റ്സ് ട്രാവൽ ചെയ്യണം. പക്ഷേ ഒരിക്കലും എല്ലാ ദിവസവും മാർക്കറ്റ് 300 പോയിൻറ്റ്സ് ട്രാവൽ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. എക്സ്പെഷ്യലി നിഫ്റ്റി ഇതേപോലുള്ളൊരു ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഏകദേശം ഒരു 500 പോയിൻറ്റ്സ് ഒക്കെ മൂവ് ചെയ്തു. അതിൻ്റെ തൊട്ടടുത്ത ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു സൈഡ് വേസ് മാർക്കറ്റായിരുന്നു. കണ്ടോ, സൈഡ് വേസ് മാർക്കറ്റായിരുന്നു. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ, ഈ രണ്ട് ലെവലിൻ്റെ മുകളിലോ താഴെയോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെവലിലോട്ട് എത്തുന്ന കാണാം. ജസ്റ്റ് ബ്രേക്കല്ല, പ്രൈസ് ആക്ഷൻ രീതിയിൽ താഴോട്ട് പ്രൈസ് ആക്ഷൻ രീതിയിൽ ബ്രേക്ക് ചെയ്ത് ഇങ്ങോട്ട് മാർക്കറ്റ് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവലിന് താഴെ വന്ന് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് നല്ല ബെയറിഷാണ് നമുക്ക് പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ 23233 താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഇപ്പം തന്നെ ബെയറിഷാണ്, കുറച്ചുകൂടി ബെയറിഷ് ആവാനുള്ള ഹൈ ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. സെൻസെക്സിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന പോയിൻറ്റ്സ് അല്പം ടൈറ്റായിട്ടുള്ള പോയിൻറ്റ്സാണ്. നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ലെവൽസുകൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസത്തെയൊക്കെ ലെവൽസുകൾ നമുക്കൊരു ടൈറ്റ് ലെവൽസ് അല്ലായിരുന്നു. നമുക്കൊരു വളരെ ചെറിയ ലെവൽസ് ആയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ച് അന്ന് മാർക്ക് ചെയ്ത റേഞ്ച് ഈ ഒരു റേഞ്ച് തന്നെയായിരുന്നു. ഇതായിരുന്നു ഏകദേശം ഈ ഒരു ഭാഗം, ഇപ്പം ഞാൻ വെച്ചേക്കുന്ന ഒരു ഭാഗവും ലോ ആയിട്ട് ഈ ഒരു പോയിന്റിൽ തന്നെ ആയിരുന്നു വെച്ചത്. അപ്പോൾ ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞില്ലേ, മാർക്കറ്റ് ഡയറക്റ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുക്കരുത്. മാക്സിമം അതൊരു ഫേക്ക് മൂവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം ഡയറക്റ്റ് മുകളിലോട്ടൊരു എൻട്രി വന്നു, പക്ഷേ അതൊരു ഫേക്ക് മൂവ് ആയിരുന്നു. എന്നിട്ട് താഴെ നമുക്ക് പ്രൈസ് ആക്ഷൻ രീതിയിൽ ഇവിടെ ഒരു മൂവ്മെൻറ്റ് തന്നപ്പോഴാണ് നമ്മൾ ഡൗൺ സൈഡിലോട്ടുള്ള ട്രേഡ് പഞ്ച് ചെയ്തത്. അപ്പോൾ സെൻസെക്സിൽ നമുക്ക് നാളെ മാർക്ക് ചെയ്യാൻ പോകുന്നതും അല്പം വലിയ റേഞ്ചാണ്. ഡൗൺ സൈഡിൽ 77,868, അതേപോലെ അപ്പ് സൈഡിൽ 78,443 ആണ്. അപ്പോൾ ഇത്രയും വരെയൊന്നും നിങ്ങൾ ക്യാച്ച് ചെയ്യേണ്ട കാര്യമില്ല. സെൻസെക്സിൽ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടൊരു പ്രൈസ് ആക്ഷൻ രീതിയിലാണ് മാർക്കറ്റ് ബ്രേക്ക് തരുന്നതെങ്കിൽ നമുക്ക് 78,847 അങ്ങനെ ഈ ഒരു സ്വിങ്ങുകൾ വെച്ച് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാവുന്നതായിരിക്കും. ഇത് ഒരിക്കലും ഞാൻ 100% പറയുന്നില്ല, കാരണം ഇത് മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴും ക്യാൻഡിൽസ് വന്നു തുടങ്ങുമ്പോഴും നമുക്ക് ഇതിലും അധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പം ഇത് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് ജസ്റ്റ് മുന്നേ ഉള്ള നമ്മുടെ ഒരു
വ്യൂ ആണ്. അപ്പം ഈ ഒരു വ്യൂ നമുക്ക് ശരിയായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ട്രേഡുകൾ പഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് റോങ് ട്രേഡ്സിലോട്ട് നമ്മളൊരു നേക്കഡായിട്ട് ജസ്റ്റ് 9:30 സ്ക്രീൻ ഓപ്പൺ ചെയ്തിരിക്കുന്നതിനേക്കാളും നമ്മൾ അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റിലോട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ പ്രീ മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്നത്. കാരണം പ്രീ മാർക്കറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് ചിലപ്പം ന്യൂസുകൾ വരാം. അപ്പം മാർക്കറ്റ് പ്രൈസ് ആക്ഷൻ രീതിയിൽ തന്നെ ആയിരിക്കും ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുന്നത്. പക്ഷേ ന്യൂസുകളെക്കുറിച്ച് നമ്മൾ അറിയാതെ നമ്മുടെ രീതിയാണ് കറക്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പോയി പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ലോസുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ അപ്ഡേറ്റ് ആയിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പം സെൻസെക്സിൽ ഞാൻ പറയുന്ന ലെവൽസ് ഈ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റ് പ്രൈസ് ആക്ഷൻ രീതിയിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിങ് എന്താ പറയുക 78,828 അതിന് മുകളിലോട്ടുള്ള ലെവൽസിലോട്ടൊക്കെ മാർക്കറ്റ് അച്ചീവ് ചെയ്യാൻ കാണും. പിന്നെ ഈ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ പിന്നെ മാർക്കറ്റ് ഈ ഒരു ലെവലിന് മുകളിൽ ഇത് നമ്മളൊരു വീക്കിന് തുടക്കമായതുകൊണ്ട് ഈ ഒരു വീക്കിൽ ഈ ഒരു 80,020 വരുവാണെങ്കിൽ 80,020 മുകളിൽ മാർക്കറ്റിന് നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവലിന് മുകളിലോട്ട് കമ്മിങ് വീക്കുകളിൽ വരാനുള്ള ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്താൽ മാത്രം. ഇപ്പോൾ മാർക്കറ്റ് ഹൈലി ബെയറിഷ് ആണ്. അതേപോലെ ഈ ഒരു ലോയ്ക്ക് താഴെ മാർക്കറ്റ് ക്ലോസ് തന്നാലും നമുക്ക് നല്ല രീതിയിൽ ബെയറിഷ് ആണെന്ന് കാണാൻ പറ്റും. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 76,847 താഴെ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ ബെയറിഷ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നിന്ന് ഡയറക്റ്റ് പിന്നെ അങ്ങ് താഴോട്ട് വീഴുമെന്നല്ല ഞാൻ പറയുന്നത്. ചെറിയ ചെറിയ പുൾ ബാക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും. പിന്നെ ഇമാജിൻ ഈ ഒരു ഭാഗത്ത് നിന്ന് മാർക്കറ്റ് ഒന്ന് ക്ലോസ് വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഈ ഒരു ലെവൽസിലോട്ട് വന്നിട്ട് തിരിച്ച് പിന്നെയും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ലെവൽസിൽ നിന്ന് മാർക്കറ്റ് മുകളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പിന്നെയും മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ ഒക്കെ വന്നിട്ട് മാർക്കറ്റ് കണ്ടിന്യൂസ്ലി പിന്നെയും ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി ആയിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ സെൻസെക്സിൽ മാർക്ക് ചെയ്ത് വെക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ലോയിൽ 77,886 അപ്പ് സൈഡിൽ 78,443 ഒരു അത്യാവശ്യം കുറച്ച് വലിയ പോയിൻറ്റ്സ് ആണ്. ഏകദേശം ഒരു 500 പോയിൻറ്റ്സ് എന്നാൽ ഈ ഒരു ടൈറ്റ് റേഞ്ചിലായിരിക്കും. അപ്പോൾ ഇതിനുള്ളിലാണ് മാർക്കറ്റ് നാളെ മോസ്റ്റ്ലി മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ മാക്സിമം ട്രേഡ് അവോയ്ഡ് ചെയ്യുക. ഒരു ഓപ്ഷൻ ബയറിന് വേണ്ടത് മൊമെൻ്റമാണ്. അപ്പോൾ ഇതിനുള്ളിലാണ് മാർക്കറ്റെങ്കിൽ അതൊരു സെല്ലേഴ്സ് ഡേ ആവാനായിരിക്കും ചാൻസ്. സെല്ലേഴ്സ് ഡേ ആയിരിക്കും. അപ്പോൾ സെല്ലേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ ഹെഡ്ജ് ചെയ്തായിരിക്കും അവർ പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് റേഞ്ചിനുള്ളിലാണ് മാർക്കറ്റെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ നിഫ്റ്റിയിലെ തന്നെ ഒരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഓപ്പൺ ആണെങ്കിൽ ഈ ഒരു ലെവലിന് മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ തിരിച്ച് ഈ ഒരു ലെവലിൽ ഡയറക്റ്റ് എൻട്രി ആയി പിന്നെ ഇവിടെ കുറച്ച് നേരം സസ്റ്റെയിൻ ചെയ്യാനുള്ള ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഇവിടെ വന്ന് പിന്നെ സൈഡ് വേസ് ആയി പോകാനുള്ള നല്ല ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. ഇതിന് തന്നെ ജസ്റ്റ് ഇൻവേർട്ടഡ് കാര്യമാണ് പറയുന്നത്. ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഈ ഒരു ലെവലിനുള്ളിൽ മാർക്കറ്റ് ട്രാപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ബ്രേക്ക് തരുമ്പോൾ പ്രൈസ് ആക്ഷൻ രീതിയിലാണോ മാർക്കറ്റ് ബ്രേക്ക് തരുന്നതെന്ന് നോക്കി ട്രേഡുകളിലോട്ട് നിങ്ങൾ ഇറങ്ങുക. അതേ കാര്യം തന്നെ നിങ്ങൾ സെൻസെക്സിലും നോക്കിയാൽ മതി. പക്ഷേ സെൻസെക്സിൽ ട്രേഡ് ചെയ്യുന്നത് അത്യാവശ്യം റിസ്ക്കിയാണ്. കാരണം നമുക്ക് വലിയ സ്റ്റോപ്പ് ലോസുകളാണ് വരുന്നത്. പിന്നെ മൂവുകളൊക്കെ നല്ല വ്യത്യാസമുണ്ട്. സഡൻ സ്പൈക്കുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഈസി ആയിട്ട് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് സെൻസെക്സിന് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അത് ഞാൻ പറഞ്ഞത് കണക്ക് തന്നെ ഇതിന് മുകളിലാണെങ്കിൽ ഇതിനുള്ളിൽ വന്ന് ട്രാപ്പ് ആവുകയാണെങ്കിൽ പിന്നെ നമ്മൾ ട്രേഡിലോട്ട് പോകരുത്. പിന്നെ ഈ ഒരു ലെവലിൽ താഴെയോ ഇല്ലെങ്കിൽ മുകളിലോട്ടോ പ്രൈസ് ആക്ഷൻ രീതിയിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രേഡുകളിലോട്ട് നമുക്ക് എൻട്രി ചെയ്യാം. ഞാൻ ഒരിക്കലും ഈ ലെവൽസുകൾ പോയി നിങ്ങൾ ടാർഗറ്റ് വെക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നമ്മൾ ഇതിനുള്ളിൽ മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് നമുക്ക് ബെയറിഷ് ആണെന്നും ഇതിനുള്ളിൽ മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് ബുള്ളിഷ് ആണെന്നും നമുക്കൊരു വ്യൂ ഇപ്പം തന്നെ കിട്ടിക്കഴിഞ്ഞു അല്ലേ. പിന്നെ നാളെ മാർക്കറ്റിൽ നടക്കുന്ന ന്യൂസുകളോ മാർക്കറ്റിൻ്റെ അൺപ്രഡിക്റ്റബിലിറ്റിയോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു ലെവലിന് ഇവിടെ മാർക്കറ്റ് നിൽക്കുമ്പോൾ മാർക്കറ്റ് ബുള്ളിഷാണ്, മാർക്കറ്റ് ഇങ്ങോട്ട് എത്താനുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ടെന്ന് മാത്രമേ നമുക്കറിയത്തുള്ളൂ. ഇതിന് താഴെ നിൽക്കുന്ന സമയത്ത് മാർക്കറ്റ് ബെയറിഷ് ആണെന്നും മാർക്കറ്റ് ഇങ്ങോട്ട്
എത്താനുള്ള ചാൻസാണ് കൂടുതലെന്നുമാണ് നമുക്കറിയുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ എത്തുന്ന സമയത്ത് ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് നമ്മൾ റിഫൈൻ ചെയ്ത് നമ്മൾ നേരത്തെ വീഡിയോകളിലൊക്കെ നമ്മൾ യൂട്യൂബിൽ ഇട്ട കണക്കുള്ള സ്ട്രാറ്റജികൾ നിങ്ങൾ ഇവിടെ ആ സ്ട്രാറ്റജി മോഡലിൽ നിങ്ങൾക്ക് ട്രേഡുകൾ ഇവിടെ കിട്ടുന്നുണ്ടോ നിങ്ങൾ നോക്കിയിട്ട് ട്രേഡുകൾ പഞ്ച് ചെയ്യുക. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ ഗൈസ്.